ഹായ് ഫ്രണ്ട്സ്, ജോൺസ് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞ എൻ്റെ ചാനലിൽ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റിയൽമിയുടെ 2 പുതിയ ഫോണുകൾ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റിയൽമി 8ഉം റിയൽമി 8 പ്രോയാണ് ഇന്ന് ലോഞ്ച് ആയിട്ടുള്ളത്. അതിൻ്റെ സ്പെക്സ് ആൻഡ് ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് റിയൽമി 8നെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ 2 വേരിയൻ്റാണ് വരുന്നത്. 4GB റാമും 128GB റോമും 8GB റാമും 128GB റോമും വരുന്ന 2 വേരിയൻ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന സവിശേഷതയൊക്കെ പറയുകയാണെങ്കിൽ സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ വരുന്നുണ്ട്. ഇതിൽ ക്യാമറ സെറ്റപ്പ് പറയുകയാണെങ്കിൽ 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. 16 മെഗാ പിക്സലാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഇതിൽ വരുന്ന പ്രോസസ്സറാണ് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 എന്ന പ്രോസസ്സർ. ഇതൊരു 4G സെറ്റാണ്, 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നെ കുറയാണെങ്കിൽ മോണോ സ്പീക്കർ ഇത് വരുന്നുള്ളൂ. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 60 Hz റിഫ്രഷ് റേറ്റാണ് ഇത് വരുന്നത്. 135 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റൊക്കെ വരുന്നുണ്ട്. ബ്രൈറ്റ്നസ് വരുന്നത് 430 നിറ്റ്സാണ് ബ്രൈറ്റ്നസ് വരുന്നത്. ആൻഡ്രോയിഡ് 11 പ്രവർത്തിക്കുന്നത്. 2 GHz അതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. നമുക്ക് 256GB വരെൻ്റെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്ന മെമ്മറി കാർഡ് ഇട്ട് ഹൈബ്രിഡ് സിം സ്ലോട്ടല്ല വരുന്നത്. ഒംനിവിഷൻ ക്യാമറയാണ് ഇതിൽ വരുന്നത്. ഫ്രണ്ടിൽ സോണി IMX സെൻസറാണ് വരുന്നത്. IMX 471 എന്ന് പറഞ്ഞൊരു സെൻസറാണ് ഇതിൽ വരുന്നത്. റിയർ LED ഫ്ലാഷ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ സ്ക്രീൻ ഫ്ലാഷാണ് സപ്പോർട്ട് ചെയ്യുന്നത്. വീഡിയോ റെക്കോർഡിംഗ് കഴിഞ്ഞ് മാക്സിമം വരുന്നത് 4K at 30 FPS ആണ് വരുന്നത്. 10x ഡിജിറ്റൽ സൂമും വരുന്നുണ്ട്, ഒപ്റ്റിക് സൂം വരുന്നില്ല. പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5 സപ്പോർട്ട് ചെയ്യുന്നു. വൈഫൈ സപ്പോർട്ട് ഉണ്ട്. ഇൻഫ്രാറെഡ് NFC സപ്പോർട്ടൊന്നുമില്ല. 3.5 mm ജാക്ക് സപ്പോർട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ റിയൽമി UI 2.0 ഇത് പ്രവർത്തിക്കുന്നത്, OS പ്രവർത്തിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സെൻസേഴ്സ് പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ സെൻസറുണ്ട്, ലൈറ്റ് സെൻസറുണ്ട്, പ്രോക്സിമിറ്റി സെൻസറുണ്ട്, ഗൈറോമീറ്റർ ഉണ്ട്, ആക്സിലറോമീറ്റർ സെൻസറൊക്കെ ഉണ്ട്. UFS 2.1 സ്റ്റോറേജാണ് പ്രവർത്തിക്കുന്നത്. LPDDR4X റാമാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറയാൻ 30 വാട്ട് ഡാർട്ട് മാക്സിമം ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി 5000 mAh ആണെന്ന് പറഞ്ഞിരുന്നു. വെയിറ്റ് വരുന്നത് 177 ഗ്രാമാണ്. അതിൻ്റെ കളേഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് സിൽവറാണ് കളേഴ്സ് ഇതിൽ വരുന്നത്. അടുത്ത റിയൽമി 8 പ്രോയിലേക്ക് വരികയാണെങ്കിൽ ഇതിലും 2 വേരിയൻ്റാണ് വരുന്നത്. 6GB റാം, 128GB റോം, പിന്നെ 8GB റാം, 128GB റോമാണ് വരുന്നത്. ഇതിൻ്റെ കളേഴ്സ് വരുന്നത് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണ് വരുന്നത്. ഇത് പറയുകയാണെങ്കിൽ ഇതും സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. ഫുൾ HD സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് പറയുകയാണെങ്കിൽ 6.4 ഇഞ്ചാണ് വരുന്നത്. റിയൽമി 8ഉം 6.4 ഇഞ്ചിനാണ് വരുന്നത്. ഇതിൽ വരുന്ന ക്യാമറ വരുന്നത് 108 മെഗാ പിക്സലിൻ്റെ സാംസങ്ങിൻ്റെ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും 2 മെഗാ പിക്സലിൻ്റെ മാക്രോയും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്തും ഉണ്ട്. ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലിൻ്റെ ആണ്. അത് സോണി IMX സെൻസർ തന്നെയാണ്. ഇതിൻ്റെ ബാറ്ററി വരുന്നത് 4500 mAh ബാറ്ററിയാണ്. ഇതിൽ വരുന്ന പ്രോസസ്സർ ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ 720G എന്ന് പറഞ്ഞൊരു പ്രോസസ്സറാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനും മോണോ സ്പീക്കറാണ് വരുന്നുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ 60 Hz റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 135 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് തന്നെയാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. 430 നിറ്റ്സ് ബ്രൈറ്റ്നസ്സിനാണ് ഇതിൽ വരുന്നത്. ആൻഡ്രോയിഡ് 11 പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 2.3 GHz ആണ് വരുന്നത്. ഇതും 4G സപ്പോർട്ടൊക്കെ ഉള്ളൂ, 5G സപ്പോർട്ടൊന്നും വരുന്നില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന് മെമ്മറി കാർഡ് ഇട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 256GB എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഹൈബ്രിഡ് സിം സ്ലോട്ടല്ല വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതും റിയർ LED ഫ്ലാഷും ഫ്രണ്ട് സ്ക്രീൻ ഫ്ലാഷൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20x ഡിജിറ്റൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ ബ്ലൂടൂത്ത് വെർഷൻ 5 വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. NFC ഇൻഫ്രാറെഡ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 3.5 mm ജാക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയൽമി UI 2.0 OS ഇതിൽ പ്രവർത്തിക്കുന്നത്. ഇതിലും മാഗ്നറ്റിക് സെൻസർ, ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ഗൈറോമീറ്റർ, ആക്സിലറേഷൻ സെൻസറൊക്കെ ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതും UFS 2.1 സ്റ്റോറേജിനാണ് വരുന്നത്. LPDDR4X റാമിൽ പ്രവർത്തിക്കുന്നു. 50
50W സൂപ്പർ ഡാറ്റ് മാക്സിമം ചാർജാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ വെയിറ്റ് ഏകദേശം വരുന്നത് 176 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. പിന്നെ ഇതിന് രണ്ടിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ Realme 8ൻ്റെ 4GB 128GB വരുന്നത് 15,000 രൂപയും 8GB 128GB വരുന്നത് 17,000 രൂപയാണ്. Realme 8 Proയ്ക്ക് വരുന്നത് 6GB 128GBക്ക് 18,000 രൂപയും 8GB 128ന് 20,000 രൂപയാണ് വരുന്നത്. അപ്പോൾ വീഡിയോൻ്റെ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.